കഴിഞ്ഞ 3 തവണയും ഫിഫ വേൾഡ് കപ്പ് ജേതാക്കളെ കറക്റ്റായിട്ട് പ്രവചിച്ച ഒരാൾ ഇത്തവണ 2026 വേൾഡ് കപ്പ് വിന്നർ ആരായിരിക്കുമെന്ന് കൂടി പ്രവചിച്ചിരിക്കുകയാണ്. ജർമ്മൻ എക്കണോമിസ്റ്റും സ്ട്രാറ്റജിസ്റ്റുമായിട്ടുള്ള യവക്കീം ക്ലെമൻ്റാണ് ഈ പ്രവചനങ്ങൾക്ക് പിന്നിൽ. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൽ സ്ട്രാറ്റജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ക്ലെമൻ്റ് 2014 അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ജർമ്മനി തന്നെ കപ്പ് തൂക്കുമെന്ന് മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. 2018 ഫ്രാൻസും പിന്നെ 2022 അർജന്റീനയും കപ്പടിക്കുമെന്ന് അതാത് വർഷങ്ങളിൽ അദ്ദേഹം കറക്റ്റായിട്ട് പ്രവചിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 2026 അദ്ദേഹം പ്രവചനമായിട്ട് വരുമ്പോൾ ആ നറുക്ക് വീണിരിക്കുന്നത് വേറെ ആർക്കുമല്ല, അത് നെതർലൻഡ്സിനാണ്. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലെമൻറ്റിൻ്റെ ഈ പ്രവചനങ്ങൾ? ഈ പ്രവചനങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ, അതോ ഇതെല്ലാം വെറും ഭാഗ്യവും കറക്കിക്കുത്തലും മാത്രമാണോ? നിങ്ങൾക്ക് പോൾ നീരാളിയെ ഓർമ്മയുണ്ടോ? ക്ലെമൻറ്റിനെ പോലെ ജർമ്മനിക്കാരനാണ് പോളും. 2010 ജർമ്മനിയുടെ എല്ലാ കളികളും പിന്നെ ഫൈനലും ഉൾപ്പെടെ 8 കളികളാണ് പോൾ കൃത്യമായി പ്രവചിച്ചത്. ഇതെങ്ങനെയാണെന്ന് വച്ചാൽ കളിക്ക് മുന്നേ 2 ഗ്ലാസ് പെട്ടികളിൽ പോളിന് വേണ്ട ഭക്ഷണം ഇട്ട ശേഷം അവ രണ്ടും അവൻ്റെ ടാങ്കിൽ മുക്കി വയ്ക്കും. ഓരോ പെട്ടിയിലും അതാത് ടീമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ഫ്ലാഗ് ഒട്ടിച്ചിട്ടുണ്ട്. പോൾ ഇതിൽ ഏത് പെട്ടി തിരഞ്ഞെടുത്ത് അതിലെ അടപ്പ് തുറന്ന് ഭക്ഷണം കഴിക്കുന്നുവോ ആ പെട്ടി റെപ്രസെൻറ്റ് ചെയ്യുന്ന രാജ്യമായിരിക്കും അവൻ്റെ പ്രഡിക്ഷൻ. ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത 8ൽ 8 കളികളും പോളിന് പിഴവ് പറ്റിയിട്ടില്ല. പക്ഷേ ഇതുപോലെ ഒരു ഭാഗ്യപരീക്ഷണമോ കറക്കിക്കുത്തലോ അല്ല ക്ലെമൻറ്റിൻ്റെ പ്രവചനങ്ങൾ. അദ്ദേഹം പ്രവചനങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രഡിക്ഷൻ മോഡലുകളാണ്. അതായത് എന്തെങ്കിലും ഒരു സംഭവം പ്രവചിക്കാൻ അതുമായി ബന്ധപ്പെട്ട ഡാറ്റകളും പാറ്റേണുകളും ശേഖരിക്കുന്നു. അവ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് സാധ്യതകൾ സിമുലേറ്റ് ചെയ്യുന്നു. ശേഷം അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഔട്ട്കം ഏതാണെന്ന് കണ്ടെത്തുന്നു. ഈ മോഡൽ ഉപയോഗിച്ചിട്ടാണ് ക്ലെമൻ്റ് കഴിഞ്ഞ 3 തവണയും കൃത്യമായി വേൾഡ് കപ്പ് ജേതാക്കളെ പ്രവചിച്ചതും ഇത്തവണ നെതർലൻഡ്സ് ആയിരിക്കും ചാമ്പ്യൻസ് എന്ന് പ്രവചിക്കുന്നതും. പക്ഷേ ബാക്കിയുള്ള പ്രഡിക്ഷൻ മോഡലുകൾ പോലെ ജസ്റ്റ് ഫുട്ബോളിലെ പെർഫോമൻസ് ഡാറ്റ മാത്രമല്ല ക്ലെമൻറ്റിൻ്റെ മോഡലിൽ ഉപയോഗിക്കുന്നത്. ഓരോ രാജ്യത്തിൻ്റെയും ഫിഫ റാങ്കിങ്ങും അവരുടെ ടീം ക്വാളിറ്റിയും കണക്കിലെടുക്കുന്ന കൂട്ടത്തിൽ ക്ലെമൻ്റ് പ്രധാനമായും ആ രാജ്യത്തിൻ്റെ ജനസംഖ്യയും സാമ്പത്തിക ശക്തിയും പിന്നെ ഫുട്ബോളിൻ്റെ കൾച്ചറൽ സ്റ്റാറ്റസും കൂടി കണക്കിലെടുക്കാറുണ്ട്. കാരണം ഈ 3 ഫാക്ടറുകളും ആ രാജ്യത്തിൻ്റെ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിനെ ബാധിക്കുന്നതാണ്. മുൻ വേൾഡ് കപ്പുകളിൽ പ്രധാനമായും ചാമ്പ്യന്മാരെ മാത്രമാണ് പ്രവചിച്ചിരുന്നതെങ്കിൽ ഇത്തവണ സെമി ഫൈനലിസ്റ്റ് മുതൽ പോസിബിൾ ആയിട്ടുള്ള ഫൈനൽ മാച്ചപ്പ് വരെ അദ്ദേഹത്തിൻ്റെ മോഡൽ പ്രവചിക്കുന്നുണ്ട്. സെമി ഫൈനലിൽ സ്പെയിനിനെ പുറത്താക്കിക്കൊണ്ട് നെതർലൻഡ്സും ഇംഗ്ലണ്ടിനെ പുറത്താക്കിക്കൊണ്ട് പോർച്ചുഗലും ഫൈനലിലേക്ക്. പിന്നെ ഫൈനലിൽ പോർച്ചുഗലിനെ തോൽപ്പിച്ച് നെതർലൻഡ്സ് 2026 ഫിഫ വേൾഡ് കപ്പ് ഉയർത്തുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അത്രയ്ക്ക് പ്രഡിക്റ്റബിൾ ആയ കളിയാണോ ഫുട്ബോൾ? അല്ല എന്നതാണ് സത്യം. ഫുട്ബോൾ ഒരു കെയോസ് ആണ്. ഒരു പെനാൽറ്റി, ഒരു ഇഞ്ചുറി, അല്ലെങ്കിൽ റഫറിയുടെ ഒരു തെറ്റായ തീരുമാനം, അതുമല്ലെങ്കിൽ പോസ്റ്റിൽ തട്ടി മിസ്സാകുന്ന ഒരു ഗോൾ, ഇതിനെല്ലാം ഒരു മാച്ചിനെ തലകീഴായി മറിക്കാനാകും. ശരിക്കും അത് തന്നെയാണ് യവക്കീം ക്ലെമൻറ്റും ശരിവയ്ക്കാൻ ശ്രമിച്ചിരുന്നത്. ഫലങ്ങൾ പ്രവചിക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെയും അനിശ്ചിതത്വങ്ങളെയും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയായിരുന്നു ക്ലെമൻറ്റിൻ്റെ ഈ എക്സ്പെരിമെൻറ്റ്. പക്ഷേ 3 തവണയും ഈ മോഡൽ തുടർച്ചയായി ശരിയായപ്പോൾ താനൊരു പ്രവാചകനാണെന്നും തൻ്റെ മോഡലിന് ഇനി ഒരിക്കലും തെറ്റുപറ്റില്ല എന്നും ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോഴും ക്ലെമൻറ്റ് താൻ ആദ്യം പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. തൻ്റെ പ്രവചനത്തിന് മുകളിൽ ആരും ബെറ്റ് വയ്ക്കരുത് എന്നാണ് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത്. ഈ പ്രഡിക്ഷൻസ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും തെറ്റാം. നെതർലൻഡ്സ് ആദ്യ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ തന്നെ പുറത്തായേക്കാം. കാരണം 3 കോയിൻ ടോസിലും ഹെഡ്സ് വീണാൽ നമ്മൾക്ക് അടുത്ത തവണയും അതുതന്നെ വീഴും എന്ന് ഒരിക്കലും ഉറപ്പിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ക്ലെമൻറ്റ് തൻ്റെ മോഡലിൽ എലമെൻറ്റ് ഓഫ് ചാൻസ് എന്ന ഒരു ഫാക്ടർ കൂടി പരിഗണിക്കുന്നത്. എന്നിരുന്നാലും എന്തുകൊണ്ട് ഇത്തവണ നെതർലൻഡ്സ്? കഴിഞ്ഞ 3 തവണയും പിഴയ്ക്കാത്ത ആ പ്രവചന മോഡൽ എന്തുകൊണ്ടായിരിക്കും ഇത്തവണ നെതർലൻഡ്സിനെ പിന്തുണച്ചിട്ടുണ്ടാവുക? ഇത്തവണ മാനേജർ റൊണാൾഡ് കൂമാൻ്റെ കീഴിൽ വരുന്ന ഡച്ച് സ്ക്വാഡിൽ വിർജിൽ വാൻ ഡൈക്കിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിൻ്റെ കൂടെ യങ് ടാലൻസിനെ കൂടെ ഉൾപ്പെടുത്തിയ ഒരു ബാലൻസ്ഡ് സ്ക്വാഡാണ് ഉള്ളത്. അതുപോരാതെ നേരത്തെ പറഞ്ഞ ക്ലെമൻറ്റിൻ്റെ മോഡലിലെ ഫുട്ബോളിനകത്തും പുറത്തുമായിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം നെതർലൻഡിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. എന്നാൽ ക്ലെമൻറ്റിൻ്റെ അല്ലാതെ വേറെ മോഡലുകളുടെ പ്രവചനങ്ങൾ നെതർലൻഡ്സിന് ഫേവറബിൾ അല്ലതാനും. അതുകൊണ്ട് തന്നെ 2026 നെതർലൻഡ്സ് ലോകകപ്പ് ഉയർത്തുമോ ഇല്ലയോ എന്നത് ഇപ്പോഴും ഒരു വലിയ ചോദ്യമാണ്. കാരണം ഫുട്ബോൾ എപ്പോഴും നമ്പേഴ്സ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സ്പോർട്ടല്ല. ഇമോഷൻ, പ്രഷർ, ലക്ക്, കെയോസ് ഇതെല്ലാം കൂടിയാണ് ഫുട്ബോൾ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. തുടർച്ചയായി 3 വേൾഡ് കപ്പ് വിന്നേഴ്സിനെ കറക്റ്റായി പ്രഡിക്റ്റ് ചെയ്ത ഒരു മോഡൽ ഇത്തവണ നെതർലാൻഡ്സിനു നേരെ വിരൽ ചൂണ്ടുമ്പോൾ ആ പ്രഡിക്ഷൻ പൂർണ്ണമായും ഇഗ്നോർ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷേ ക്ലെമൻറ്റ് ശരിയായിരിക്കാം, അല്ലെങ്കിൽ ഫുട്ബോൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ മുഴുവൻ തെറ്റിച്ചേക്കാം. എന്തായാലും 2026 ലോകകപ്പ് തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾക്ക് കാത്തിരുന്നു തന്നെ കാണാം.
നിങ്ങളുടെ പ്രഡിക്ഷൻസ് എന്താണ്? ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? താഴെ കമൻറ്റ് ചെയ്യൂ.